എന്താ ഡാഡി പ്രശ്നം? കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. ഡാഡി വല്ലാതെ വറീഡാണല്ലോ. നീ പറഞ്ഞത് സത്യം. ചാരം മൂടിക്കിടന്ന പഴയ ചില കാര്യങ്ങൾ കുത്തിപ്പൊക്കാൻ സുകുമാരിയമ്മ ശ്രമിക്കുന്നുണ്ട്. അത് നമുക്ക് നല്ലതായി വരില്ല മോളെ. ആ വല്യമാവൻ കുഞ്ഞികൃഷ്ണന്റെയും സന്ദീപിന്റെ അച്ഛന്റെയും കാര്യമാണോ ഡാഡി ഉദ്ദേശിക്കുന്നത്? ഈയിടെയായി സുകുമാരിയമ്മ അവരുടെ കാര്യങ്ങൾക്ക് വല്ലാത്തൊരു ഊന്നൽ കൊടുക്കുന്നുണ്ട്. അതിന് ഡാഡി എന്തിനെങ്ങനെ ടെൻഷൻ ആവുന്നേ? അവരൊക്കെ മരിച്ച് മൺമറഞ്ഞവരല്ലേ? മരിച്ച് മൺമറഞ്ഞാലും അതൊന്നും അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല മോളെ. മൂകാംബികയിൽ പോയി വന്നതിന് ശേഷമാണ് അവർക്ക് ഈ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത ഉണ്ടായി തുടങ്ങിയത്. അതിന് എന്തിന്റെ സൂചനയാണെന്ന് കണ്ടറിയണം. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരാന്ന് പറഞ്ഞ ആ ഘോര ഇപ്പൊ വിളിച്ചാൽ ഫോൺ എടുക്കുന്നതുമില്ല. അതാ പറഞ്ഞത്, ആകെ എന്തൊക്കെയോ ഒരു കലങ്ങി മറിയുന്നത് പോലെ. ഇതാ ഘോരയല്ലേ? ഹലോ, എന്താ തമ്പി, ആകെ ആശങ്കയിലാണെന്ന് തോന്നുന്നല്ലോ. എങ്ങനെ ആശങ്കപ്പെടാതിരിക്കും? നിങ്ങളെക്കുറിച്ച് ഒരറിവുമില്ലല്ലോ. എന്റെ കാര്യം ഓർത്ത് ഇനി തമ്പി ആശങ്കപ്പെടണ്ട. നാളെ അസ്തമയത്തിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടാവും. അപ്പോ ദേവൂട്ടിയുടെ കാര്യത്തിന് ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാവുമോ ഘോര? എന്താ സംശയം തമ്പി? ഞാൻ അവിടെ എത്തി 24 മണിക്കൂറിനുള്ളിൽ അവളെ ഞാൻ എന്റെ ഉപാസനാമൂർത്തികൾക്ക് ബലി നൽകും. പിന്നെ ആത്മാവിനെ എന്റെ ഭൂതഗണങ്ങളുടെ നേതാവാക്കി മാറ്റും. ഇനി ഘോരയുടെ അജ്ഞാനവർത്തിയായി ശിഷ്ടകാലം അവളുടെ ആത്മാവ് ഈ ഭൂമിയിൽ കഴിയും. അത് ഘോര ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളൂ. പക്ഷേ എനിക്ക് അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിവാക്കി കിട്ടണം. അത് മാത്രം ഘോര എനിക്ക് സാധിച്ചു തന്നാ മതി. ആ കാര്യം ഓർത്ത് തമ്പി പരിഭ്രമിക്കണ്ട. ദേവൂട്ടിയുടെ ഭൂമിയിലെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഇനി അവൾ ആയുസ്സോടെ ഇരിക്കാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അല്ല, ഗഗന്റെയും വിക്രമന്റെയും കാര്യം തമ്പി അന്വേഷിച്ചോ? ഞാൻ പല വഴിക്കും അവരെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഘോര. പക്ഷേ ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഏതായാലും ഘോര എത്തുമ്പോഴേക്കും ഞാൻ എവിടുന്നെങ്കിലും അവരെ തപ്പിയെടുത്തിരിക്കും. ഇനി അതിന്റെ പേരിൽ ഘോര വരാതിരിക്കരുത്. ഇനി എന്തു വന്നാലും ഞാൻ അവിടെ എത്തും. ഈ ഉഗ്രസേന ഘോര ഒരു വാക്ക് പറഞ്ഞാൽ അത് തെറ്റില്ല. തമ്പി ധൈര്യമായിട്ടിരിക്കാം. ആശ്വാസമായി. അയാൾ ഉടനെ എത്തുമെന്ന്. പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ ഉടനെ പ്ലാൻ ചെയ്യേണ്ടി വരും. അത് ABCDയാ. ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇതാണ് എന്റെ സ്റ്റൈൽ. എഴുതാനോ? അതെനിക്കറിയാം.
പറഞ്ഞ സത്യമാ. നമ്മൾ ഇന്നലെ കണ്ടില്ലേ ആ രണ്ടുപേര്? അവര് ശരിക്കും കഞ്ചാവ് കച്ചവടക്കാരാ. യെസ്, നാർക്കോട്ടിക്. അവൻ കഞ്ചാവ് ബിസിനസ് നടത്തുന്നു എന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതെ അതെ ദേവുട്ടി മാഡം, നമ്മുടെ സ്കൂളിലെ മുതിർന്ന കുട്ടികളെ പോലും അവർ കഞ്ചാവ് വിൽക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് പിടിക്കും. അതെ, സാബുവിനോട് പറഞ്ഞേക്കണം നാളെ മുതൽ കടവില്ലെന്ന്. പോലീസുകാരുടെ കണ്ണും വെട്ടിച്ച് ഈ സ്റ്റഫ് എങ്ങനെയാ കൊണ്ടുവരുന്നുള്ള പാട് ഞങ്ങൾക്കേ അറിയൂ. അതിൻ്റെ കൂടെ കടം കൂടി വേണമെന്ന് പറഞ്ഞാ നടക്കില്ലെന്ന് അവനോട് പറഞ്ഞേക്ക്. ആ വിട്ടു വിട്ടു.